ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വീഡിയോ ആയാലും രാവിലെ തന്നെ പുട്ടാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഞാൻ പൊടിയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുക. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പുട്ടിൻ്റെ കൂടെ വേറെ കറികളൊന്നുമില്ല കേട്ടോ. ചായയും പുട്ടും മാത്രമേ ഇന്നത്തേക്കുള്ളൂ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വൻപയർ പുളിയാണ് കേട്ടോ. പാലക്കാട്ടുകാർ പുളിങ്കറിയിലൊക്കെ ഫസ്റ്റ് നിൽക്കുന്നവർ വൻപയർ പുളി, വെണ്ടയ്ക്ക പുളി, കപ്പയ്ക്ക പുളി, അങ്ങനെ കുറേ പുളികളുണ്ട് കേട്ടോ. ഇതിലൊരു ഞാൻ 2 സവോള കാണിച്ചു, പക്ഷേ ഒരു സവോള ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു തക്കാളിയും, പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് കേട്ടോ. പിന്നെ ഈ കുക്കറിന് 2 വിസിൽ മതി കേട്ടോ. അത് ഓരോരുത്തരുടെ കുക്കർ പോലെ ഇരിക്കും എത്ര വിസിൽ വേണമെന്ന്. പിന്നെ ആവശ്യത്തിന് പുളി കേട്ടോ. പുളി വെള്ളത്തിട്ട് വയ്ക്കണേ. പിന്നെ തേങ്ങയുടെ കൂടെ ജീരകം ഇടണം കേട്ടോ. പഞ്ചാബിലൊക്കെ തേങ്ങക്കറികൾ കുറവാണ് കേട്ടോ. അവിടെ ഒരു തേങ്ങയ്ക്ക് 60 രൂപേനും കൊണ്ട് തേങ്ങ ഉപയോഗിക്കൽ കുറവാണ് കേട്ടോ. പിന്നെ കേരളത്തിൽ തേങ്ങ ആവശ്യത്തിനുണ്ടല്ലോ, പക്ഷേ ഇന്ന് വീട്ടിൽ തേങ്ങ കുറച്ച് കുറവാണ്. അതാണ് കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബിസിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണേ. അതൊരു തിള വരുമ്പോൾ പിന്നെ അരച്ച് വെച്ച തേങ്ങ കേട്ടോ അതും എടുത്ത് ഒഴിച്ച് പിന്നെ ഒരു തിള മതി കേട്ടോ. ഒരു തിള കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതും മിക്സ് ചെയ്തിട്ട്, കളറൊന്നും നോക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് വെളുത്തുള്ളി ചതച്ചിടണേ. വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അമ്മ മീനെല്ലാം കഴുകി വൃത്തിയാക്കി മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ ഫ്രൈ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ പാലക്കാടൻ വൻപയർ പുളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.